ഹൂ ഈസ് സ്മാർട്ടർ, ബോയ്സ് ഓർ ഗേൾസ്? ചരിത്രത്തിന് തുടക്കം മുതലുള്ള സങ്കല്പമാണ് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ മിടുക്കരാണെന്ന്. യഥാർത്ഥത്തിൽ ആരാണ് കൂടുതൽ സ്മാർട്ടർ, അല്ലെങ്കിൽ ആർക്കാണ് മികച്ച ബുദ്ധിയുള്ളത്? ആദ്യകാല പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷ തലച്ചോറ് സ്ത്രീ തലച്ചോറിനേക്കാൾ 8 മുതൽ 13% വരെ വലുതാണെന്നാണ്. പക്ഷേ ഇതിന് കാരണം നമ്മുടെ ശരീര വലുപ്പത്തിലുള്ള വ്യത്യാസമാണെന്ന് ശാസ്ത്രം പറയുന്നു. സ്ത്രീകളുടെ തലച്ചോറിനും പുരുഷന്മാരുടെ തലച്ചോറിനേക്കാൾ കൂടുതൽ മടക്കുകളുണ്ട്. അതിൻ്റെ ഫലമായി സ്ത്രീകളിൽ ഉപരിതല വിസ്തരണം കൂടുതലാണ്. പുരുഷനിലും സ്ത്രീയിലും ബ്രെയിനിൽ കുറച്ച് സ്ട്രക്ചറൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് പുരുഷന്മാർക്ക് ഹെമിസ്ഫിയറിനകത്താണ് കൂടുതൽ കണക്ഷൻസ് ഉള്ളത്, സ്ത്രീകളിൽ ഹെമിസ്ഫിയറുകൾ തമ്മിലാണ് കൂടുതൽ കണക്ഷൻസ്. 14,000 ബ്രെയിനുകൾ പഠിച്ചതിന് ശേഷം റീസർച്ചേഴ്സ് പറയുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ബ്രെയിനിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചറിൽ ഡിഫറൻസസ് കാണിക്കുന്നുവെന്നതാണ്. പുരുഷന്മാരാണ് പൊതുവെ സ്ത്രീകളെക്കാൾ സ്ട്രോങ്ങർ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നാം മനസ്സിലാക്കണം, രണ്ടുപേരും തുല്യശക്തരാണെന്നാണ് യാഥാർത്ഥ്യം. പുരുഷന്മാർ പൊതുവെ സ്ത്രീകളെക്കാൾ ടോളർ, ഹെവിയർ ആൻഡ് ബിഗർ മസിൽസ് ഉള്ളവരാണ്. പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാർക്ക് 20 പൗണ്ട്സ് എക്സ്ട്രാ മസിൽസ് ഉണ്ടെന്നും 30 മുതൽ 40% കൂടുതൽ അപ്പർ ബോഡി സ്ട്രെങ്ത് ഉണ്ടെന്നുമാണ്. പുരുഷന്മാർ സ്വാഭാവികമായും സ്ത്രീകളെക്കാൾ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മസിൽസ് ഗ്രോ ചെയ്യുന്നതിൽ പുരുഷന്മാരെ സഹായിക്കുന്നു. പെൺകുട്ടികൾ രോഗത്തിനെതിരെ പോരാടുന്ന കാര്യത്തിൽ ആൺകുട്ടികളെക്കാൾ മിടുക്കരാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ രോഗത്തിനെതിരെ പോരാടുന്നതിനാവശ്യമായ ആൻറ്റിബോഡീസും ബ്ലഡ് സെൽസും കൂടുതലായിട്ടുണ്ട്. അതിനർത്ഥം ശരാശരി പെൺകുട്ടികൾക്ക് പകർച്ചവ്യാധികൾ കുറവായിരിക്കും. അതോടൊപ്പം രോഗം വരുമ്പോൾ വേഗത്തിൽ സുഖം പ്രാപിക്കാനും സാധിക്കും. പുരുഷന്മാർക്ക് സാധാരണയായി വലിയ ഹൃദയവും ശ്വാസകോശവും ഞരമ്പുകളുമാണ് ഉള്ളത്. ഇത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അതായത് ആൺകുട്ടികളുടെ ശരീരത്തിന് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ എനർജി സൂക്ഷിക്കാൻ കഴിയും. പുരുഷന്മാരിൽ ബ്ലഡ് ഫ്ലോ കൂടുതലായതിനാൽ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതിൽ അത് അവരെ സഹായിക്കുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ബ്ലഡ് പ്രഷർ കുറവാണ്. അതുകൊണ്ട് അവർക്ക് കാർഡിയോ വാസ്കുലാർ ഡിസീസസ് വരാനുള്ള സാധ്യത കുറവാണ്. സോ ബോയ്സ് ആണോ അതോ ഗേൾസ് ആണോ മോർ സ്ട്രോങ്ങർ? നിങ്ങൾ മസിൽസിൻ്റെ വലുപ്പം മാത്രം നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ബോയ്സ് ആണ്. പക്ഷേ സയൻസ് പറയുന്നത് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഈക്വലി സ്ട്രോങ് ആണെന്നാണ്. പക്ഷേ അവർ സ്ട്രോങ് ആയിരിക്കുന്ന വേസ് ഡിഫറെൻ്റ് ആണ്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒരു പുതിയ വിശകലനം പ്രസിദ്ധീകരിച്ചു. ആൺകുട്ടികൾ മാത്സിലും സയൻസിലും പെൺകുട്ടികളെക്കാൾ ഉയർന്ന സ്കോർ നേടിയിട്ടുണ്ടെങ്കിലും സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൽ പെൺകുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ആൺകുട്ടികളെക്കാൾ മികച്ച സ്കൂൾ ഗ്രേഡ്സ് ലഭിക്കുന്നു. ഗൂഗിൾ സെർച്ച് ഡാറ്റ കാണിക്കുന്നത് പേരൻസ് സെർച്ച് ചെയ്യുന്നത് ഈസ് മൈ ഡോക്ടർ ഗിഫ്റ്റഡ് എന്നതിനേക്കാൾ 2.5 മടങ്ങ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഈസ് മൈ സൺ ഗിഫ്റ്റഡ് എന്നാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് 3.3 മുതൽ 5.5 വരെ ഉയർന്ന ഐക്യു ഉണ്ടെന്ന് ഒരു പഠനം വ്യക്തമാക്കി. എന്നാൽ ഈ പഠനം പിന്നീട് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരാണ്. പഠനങ്ങൾ പറയുന്നത് അവർ പുരുഷന്മാരെക്കാൾ കൂടുതൽ തടസ്സങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നതാണ്. ഒരു റീസർച്ച് യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ഫാക്കൽറ്റി മാനേജർ സ്ഥാനത്തേക്കായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു. ആ ഫാക്കൽറ്റി പുരുഷ അപേക്ഷകർ സയൻറ്റിഫിക്കലി മോർ കോമ്പിറ്റൻറ്റ്, ഹയറബിൾ ആൻഡ് ഡിസർവിംഗ് ആണെന്ന് വിലയിരുത്തി. അതോടൊപ്പം പുരുഷന്മാർക്ക് ഹയർ സാലറി ഓഫർ ചെയ്യുകയും ചെയ്തു. പുരുഷന്മാരുടെ ശമ്പളം ശരാശരി 30,000 രൂപയും സ്ത്രീകളുടെ ശമ്പളം 26,000 രൂപയുമായിരുന്നു. ഈ സാഹചര്യം നമ്മുടെ സമൂഹത്തിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തെ കാണിക്കുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ സ്ത്രീ പുരുഷ ജെൻഡർ ഡിഫറൻസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ തടസ്സങ്ങളും മറികടന്ന് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം സമൂഹത്തിന് മുൻപന്തിയിലുമുണ്ട്. നമ്മുടെ സ്വന്തം DNA അറിയാൻ സഹായിച്ച റോസലിൻ ഫ്രാങ്ക്ലിൻ, അപ്പോളോ 11 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ സഹായിച്ച കാതറിൻ ജോൺസൺ, ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുൻപന്തിയിലായിരുന്നു എന്നതിന്. പൊതുവായ ബുദ്ധിയുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നും പല IQ സ്റ്റഡീസും കാണിക്കുന്നു. സ്ത്രീകൾക്ക് വെർബൽ എബിലിറ്റീസാണ് കൂടുതൽ, അതേസമയം പുരുഷന്മാർക്ക് വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റീസുമാണ് കൂടുതൽ. പഠനങ്ങൾ പറയുന്നത് ബോയ്സും ഗേൾസും ഈക്വലി സ്മാർട്ടാണെന്നാണ്. ഇതിനർത്ഥം എല്ലാ കാര്യത്തിലും അവർ ഒരുപോലെ സ്മാർട്ടാണെന്നല്ല. ചില കാര്യങ്ങളിൽ ബോയ്സാണ് മുന്നിൽ, എന്നാൽ ചില കാര്യങ്ങളിൽ ഗേൾസാണ് മുന്നിൽ. ഇവർ സ്മാർട്ടായിരിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളിലാണ്. നമുക്കവരുടെ സ്മാർട്ട്നെസ്സിനെ ഒരേ ലെവലിൽ അളക്കാൻ പറ്റില്ല. പക്ഷെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർ സ്മാർട്ടാണ്.